സർ ഒരാൾക്കേ ആളുടെ കാലിലേക്ക് രക്തയോട്ടക്കുറവുണ്ട് എന്നുള്ളത് എങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം? രക്തയോട്ടക്കുറവ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതുപോലെ എന്തെങ്കിലും പുണ്ണ് വരുമ്പോൾ ഉണങ്ങാനുള്ള താമസം. ഉം. അത് പുണ്ണ് വന്നതിൻ്റെ ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഉം. അതിന് മുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം കാലിൽ തൊടുമ്പോൾ മരവിപ്പ്. ഉം. മരവിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ഒരു ലക്ഷണമാകാം. ഉം. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കുറച്ച് ദൂരം നടക്കുമ്പോൾ കാലിൽ അസഹനീയമായ വേദന വരും പേശികളിൽ. ഉം. അത് കാലിലേക്കുള്ള രക്തോട്ടക്കുറവിനെ കാണിക്കും. അതിന് നമ്മൾ ക്ലോഡിക്കേഷൻ പെയിൻ എന്നാണ് പറയുക. ഓക്കെ. എന്ന് പറഞ്ഞാൽ കുറച്ച് രോഗിക്ക് വെറുതെ ഇരിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. കുറച്ച് നേരം നടക്കുമ്പോൾ കാലിൽ അസഹ്യമായ വേദന. അത് കാലിൻ്റെ ഹാർട്ട് അറ്റാക്ക് എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിച്ച് കഴിയുമ്പോൾ ആ വേദന പോകും. ഉം. പിന്നെയും രോഗിക്ക് നടക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു വാർണിംഗ് സൈനാണ്. ഇത് പരിശോധന ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് പിന്നെ അല്ലെങ്കിൽ കാലിലേക്കുള്ള രക്തോട്ടം, കാല് ചെറിയ തണുപ്പിന് എന്തെങ്കിലും എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ കാലിലേക്ക് തിരിച്ച് വാംത്ത്, കാലിൽ തണുപ്പ് അനുഭവപ്പെടുക. അതായത് മറ്റേ കാലിലെ അപേക്ഷിച്ച് തൊട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ കയ്യിനെ അപേക്ഷിച്ച് തൊട്ട് നോക്കുമ്പോൾ കാലുകൾ എപ്പോഴും തണുത്തിരിക്കുന്നു. അത് തണുപ്പ് എന്ന് പറയുന്നത് രക്തോട്ടക്കുറവിനെ കാണിക്കുന്നു. അപ്പോൾ തണുപ്പ് ഒരു കാലിലെ തൊട്ട് നോക്കുമ്പോൾ ഒരു തണുപ്പ്, നടക്കുമ്പോഴുള്ള വേദന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ നമ്മളെ അലേർട്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. സർ യൂഷ്വലി എല്ലാവരും പറയുമല്ലോ ഈ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ കാല് ഈ പറയുന്ന മുഖം പോലെ സംരക്ഷിക്കണം എന്ന് പറയാറുണ്ടല്ലോ. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഈ ആംപ്യൂട്ടേഷനിലോട്ടൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ തുടക്കത്തിലേ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്? നമ്മുടെ സ്വന്തം മുഖം നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം കണ്ണാടി നോക്കും. ഒരു ചെറിയ മുറിവുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ പോറലുണ്ടെങ്കിലും അത് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. നമ്മളതിന് വേണ്ട പരിഹാര നടപടികൾ ഉടനെ എടുക്കും. അപ്പോൾ ഇവിടെ ഡയബറ്റിക് ആയിട്ടുള്ള രോഗി ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും ഇയാളുടെ കാലിലേക്ക് സെൻസേഷൻ, അതായത് സ്പർശന ശക്തി അവർക്ക് കുറവായിരിക്കും. അപ്പോൾ ചെറിയ തട്ടും മുട്ടും ഒന്നും വന്നാലും ചെറിയ മുറിവുണ്ടായാലും വേദന ഇല്ലാത്തത് കൊണ്ട് രോഗി അതിനെ അവഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് തടയാൻ എന്താണ് മാർഗം? അപ്പോൾ അത് തടയാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, രാവിലെ എണീറ്റ് നമ്മുടെ മുഖം നോക്കുന്ന പോലെ തന്നെ നമ്മുടെ കാലിനെ നമ്മൾ പരിശോധിക്കണം. ചെറിയ തട്ടലോ മുട്ടലോ മുറിവുകളോ ചിലപ്പോൾ കുഴിനകം പോലെയുള്ളത്, നഖം കറക്റ്റ് സമയത്ത് നഖമൊക്കെ വെട്ടി വൃത്തിയാക്കി വെക്കണം. അല്ലെങ്കിൽ കുഴിനകം പോലെയുള്ള സ്ഥലത്തൊക്കെ അണുബാധ വന്നാൽ അത് പടർന്ന് ഇത് വരാം. അല്ലെങ്കിൽ ഈ വളം കടിക്കുക എന്ന് പറയുന്ന അസുഖം പോലെ കാലിനിടയിലെ ഫംഗൽ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ പാരോണിക്ക എന്ന് പറഞ്ഞ ചെറിയ കാലിലെ അണുബാധ, ഇതൊക്കെ ആയിരിക്കും തുടക്കം. അപ്പോൾ അത് തുടക്കത്തിലെ അത് കണ്ടുപിടിക്കാൻ പറ്റിയാൽ അതിനെന്താണ് കൃത്യമായ മോണിറ്ററിങ് ആവശ്യമാണ് കാലിന്. അപ്പോൾ ഡെയിലി കാലിൻ്റെ ആരോഗ്യം നമ്മൾ ചെക്ക് ചെയ്യണം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, കൃത്യമായ രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യുക, ഡയബറ്റീസിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് പോവുക. പിന്നെ ഈർപ്പം കാലിലധികം നിൽക്കാതെ നോക്കുക, അത് പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ചെളിയിലൊക്കെ നടന്ന കാല് തുടച്ച് ഡ്രൈ ആക്കി വെക്കുക. പിന്നെ കാലിൽ പെട്ടെന്ന് തട്ടലും മുട്ടലും വരാതിരിക്കാൻ അല്ലെങ്കിൽ പരിക്കിനെ സംരക്ഷിക്കാൻ തരത്തിലുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുക. അപ്പോൾ അത് നമ്മളറിയാതെ കാലിലുണ്ടാകുന്ന മുറിവുകൾ തടയാൻ നമ്മളെ സഹായിക്കും. പിന്നെ തീർച്ചയായിട്ടും സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്മോക്കിംഗ് 100% നിർത്തേണ്ടതാണ്. പിന്നെ അതേസമയം കൃത്യമായ ഒരു വ്യായാമം, അത് കാലിലേക്കുള്ള ചെറിയ ചെറിയ പുതിയ രക്തക്കുഴലുകൾ വളരാൻ സഹായിക്കും. വ്യായാമം, ഷുഗർ കൺട്രോൾ, അബ്സല്യൂട്ട് സ്റ്റോപ്പേജ് ഓഫ് സ്മോക്കിംഗ്, പിന്നെ കാലിൻ്റെ ഡെയിലിയുള്ള പരിചരണം. പിന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടായാൽ വളരെ നേരത്തെ തന്നെ അതിനുള്ള ചികിത്സ തേടുക. സാർ, ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ വിചാരിക്കുമായിരുന്നു നമ്മൾക്ക് വയസ്സൊക്കെ ആവുന്ന സമയത്തായിരിക്കും നമ്മൾ ഷുഗറിൻ്റെ പ്രശ്നം വരിക എന്നുള്ളത്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം ചെറിയ പ്രായത്തിൽ ആളുകൾക്ക്, ചെറുപ്പക്കാരിൽ ഡയബറ്റിക്സ് അസുഖം വരുന്ന കേസസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു 10, 28, 30 വയസ്സിലൊക്കെ ചിലപ്പോൾ ഡയബറ്റിക് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആവുന്ന ആൾക്കാർ പ്രായമാവുന്നത് വരെ അവരുടെ അടുത്തൊരു 20, 30 വർഷത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മസ്റ്റായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്? ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. ഇപ്പം ഞങ്ങളുടെയൊക്കെ കോളേജിൽ അല്ലെങ്കിൽ MBBS പഠിക്കുന്ന കാലത്ത് ഏറ്റവും വലിയ വില്ലൻ കൊളസ്ട്രോൾ ആയിരുന്നു. കൊഴുപ്പ് കൂടിയാൽ എല്ലാ പ്രശ്നവും. പിന്നെയുള്ള പഠനങ്ങൾ തെളിയിച്ചു കൊഴുപ്പും വില്ലനാണ്, പക്ഷെ അതിലും വലിയ വില്ലനാണ് ഷുഗർ. അപ്പം വെളുത്ത കളറിലുള്ളതെല്ലാം നമുക്ക് ഉപദ്രവകാരിയാണ്. അതായത് ഇപ്പം അത് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണമാകാം, അല്ലെങ്കിൽ പഞ്ചസാര തന്നെയാണ്. പഞ്ചസാരയാണ് ഏറ്റവും അധികം അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം, പഞ്ചസാരയാണ്. ഒരു പക്ഷേ സ്മോക്കിങ്ങിനെക്കാട്ടും ഒക്കെ. കാര്യം പറഞ്ഞാൽ മധുരം ഇട്ട് പഴകിയ ഒരാൾക്ക് ആ മധുരം ഉപേക്ഷിക്കാൻ അയാൾക്ക് അത്ര എളുപ്പമല്ല, മനസ്സിലായില്ലേ?
അപ്പോൾ ഈ ഷുഗറിൻ്റെ കോംപ്ലിക്കേഷൻസ് ഓഫ് കോഴ്സ് ഡയബറ്റീസ് ഷുഗർ കഴിക്കുന്ന എല്ലാവർക്കും ഡയബറ്റീസ് വരണമെന്നില്ല. ഇല്ല. പാരമ്പര്യം അതിനകത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. പക്ഷേ പാരമ്പര്യത്തിൻ്റെ കൂടെ നമ്മുടെ ഈ മാറിയ ജീവിത സാഹചര്യം, എസ്പെഷ്യലി ഫാസ്റ്റ് ഫുഡ്, പിന്നെ ഈ കണ്ടമാനം ഒരു കൃത്യസമയത്തല്ലാതെയുള്ള ഭക്ഷണ രീതി, പിന്നെ അതേസമയം തന്നെ വ്യായാമക്കുറവ്. പണ്ടുള്ള ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും 4-5 കിലോമീറ്റർ നടന്നാലേ സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചെറുപ്പക്കാർക്ക് വ്യായാമം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഒരു സ്കൂൾ കുട്ടി എന്ന് പറഞ്ഞാൽ ഗേറ്റിൻ്റെ മുമ്പിൽ സ്കൂൾ ബസ് വന്നില്ലെങ്കിൽ അത് സ്റ്റാറ്റസ് സിമ്പലാണ്. സ്കൂൾ ബസ് വരണം. അപ്പോൾ ആ കുട്ടി നടക്കുന്നുമില്ല. എന്നാൽ എല്ലാത്തരം ഭക്ഷണങ്ങളും, കൊഴുപ്പ് കൂടിയതും മധുരമുള്ളതുമായ എല്ലാ ഭക്ഷണങ്ങളും സാമ്പത്തികമായി നമ്മുടെ സമൂഹം മെച്ചപ്പെട്ടപ്പോൾ എല്ലാവർക്കും ഇതിലേക്കുള്ള ആക്സസ് കൂടി. അതാണ് ഒരു പക്ഷേ ഈ ചെറുപ്പക്കാരിൽ തന്നെ ഡയബറ്റീസ് വരാൻ. എത്രയും നേരത്തെ നിങ്ങൾ ഡയബറ്റിക് ആവുന്നോ അത്രത്തോളം നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി നല്ല ജീവിതം മുമ്പോട്ട് ജീവിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ 28-30 വയസ്സിലൊക്കെ ഈ പറഞ്ഞ ഡയഗ്നോസിസ് ചെയ്ത ആൾക്കാർ ഈ പറഞ്ഞ പഞ്ചസാര അതുപോലെ തന്നെ ചോറൊക്കെ കംപ്ലീറ്റ്ലി റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരുമെന്നാണോ? കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റ് ചെയ്യണമെന്നല്ല, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ബാലൻസ് ആയിരിക്കും. അപ്പോൾ അത് എന്താ പറയുക, ഒരു ഷുഗറിൻ്റെ എക്സ്പെർട്ട് ഡയബറ്റോളജിസ്റ്റിനോട് ചോദിച്ച് അങ്ങേരുടെ നിർദ്ദേശപ്രകാരം ഏറ്റവും നല്ല ജീവിതക്രമം എന്തായിരിക്കും എന്നുള്ളത് കണ്ടുപിടിച്ച് നീങ്ങുക. അതായിരിക്കും അതിൻ്റെ ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഇത്. അല്ലാതെ ഷുഗർ കണ്ടുപിടിച്ച ദിവസം ഞാൻ ഇനി അത് കഴിക്കില്ല, അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വല്ലാതെ അഫക്റ്റ് ആവാതെ എന്നാൽ ഒരു ആരോഗ്യപരമായ ഭക്ഷണ രീതികളും ജീവിതശൈലികളും അവലംബിക്കുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു ഐഡിയ. നമ്മളിപ്പോൾ ഈ ഡയബറ്റിക് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞ സമയത്ത് അത് ക്വൈറ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് നമുക്കറിയാമല്ലോ. സാർ, ഇപ്പോഴത്തെ ഒരു സിനാരിയോ ഇല്ലേ, എല്ലാവരും ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത എത്രമാത്രം ഉണ്ടെന്നാണ് ആസ് എ ഡോക്ടർ, ആസ് എ ഹെൽത്ത് എക്സ്പെർട്ട് പറയാം? വളരെയധികം ആനുകാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യമാണിത്. ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം ഇതെല്ലാം സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ നമ്മുടെ ജനസംഖ്യ 140 കോടിയോളം ഉണ്ട്. ഇത് പ്രായോഗികമല്ല. പക്ഷെ അതേസമയം ഇപ്പം നമുക്കൊരു വാഹനം ഉണ്ടെങ്കിൽ, ഒരു 2 വീലർ ആണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഇൻഷുറൻസ് എടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കുന്നു. മനുഷ്യൻ്റെ അവനവൻ്റെ ആരോഗ്യത്തിലേക്ക് വരുമ്പോൾ മാത്രം നമ്മളാരും ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ബോധമല്ല. അതിൻ്റെ ഒരു മിഥ്യാബോധം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖം വരില്ല എന്നുള്ള ഒരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റിയാണ്. അതൊരിക്കലും അത് തെറ്റാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത് അസുഖമായിട്ട് വരാം, ആക്സിഡൻ്റ് ആയിട്ട് വരാം, എന്തായിട്ട് വേണമെങ്കിലും വരാം. അപ്പോൾ ഒരു നിസ്സാര പൈസയ്ക്ക് നമുക്ക് ഇപ്പോൾ അനേകം ഇൻഷുറൻസ് കമ്പനിയുണ്ട്. മാർക്കറ്റിൽ തന്നെ പല പോളിസി ബസാർ എന്നൊക്കെ പറയുന്നത് പല പല സ്കീംസ് ഉണ്ട്. അവർക്ക് നിന്ന് നമുക്ക് സൂട്ടാവുന്ന ഒരു സ്കീമിൽ നമ്മൾ സെൽഫ് ഇൻഷുർഡ് ആയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇൻഫാക്റ്റ് ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ ജോലിയുള്ള ആൾക്ക് പോലും അയാൾക്ക് അത്രയും ശമ്പളം കുറച്ച് കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ആ ഇൻഷുറൻസിൻ്റെ പൈസ ആദ്യമേ നീക്കി വയ്ക്കുക. കാര്യം എന്താ പറഞ്ഞാൽ ആരോഗ്യം ഉണ്ടെങ്കിലേ ബാക്കിയെല്ലാം ഉണ്ടാവുള്ളൂ. ആദ്യം വേണ്ടത് ആരോഗ്യമാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ആരോഗ്യം വെച്ചിട്ട് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആരോഗ്യത്തിന് സമ്പത്തിനെക്കാട്ടും പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ സമ്പത്തിൽ നിന്ന് ഒരു ചെറിയ ഘടകമെങ്കിലും ആദ്യമേ ആരോഗ്യത്തിന് വേണ്ടി നീക്കി വയ്ക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും